നമസ്കാരം. ഇറ്റി ലോകനാഥ് ലൈഫ് കോച്ച് വിത്ത് ലവിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഓരോ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിന് ഉപകാരപ്പെടും എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാം. അപ്പോൾ ഒരു ചെറിയ സംഭവം ഇന്നലെ ഉണ്ടായി. ഞാനിങ്ങനെ അപ്പോൾ മൈ ഹസ്ബൻഡ് ഈസ് ആക്ച്വലി ഡ്രോപ്പിംഗ് മീ ഇൻ ദ സ്കൂൾ. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ആ സ്കൂളിൻ്റെ എൻട്രൻസിലേക്ക് കയറിയപ്പോൾ ഒരു കുട്ടി പുറകിൽ നിന്ന് എന്നെ വിഷ് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദാറ്റ് സ്കൂൾ സമ്മൺ ഈസ് വിഷിങ് ഫ്രം ദ ബാക്ക്. നേരെ കണ്ടാൽ പോലും ഇപ്പോൾ അങ്ങനെ വിഷ് ചെയ്യുന്ന പതിവൊന്നും ഇല്ലാതെ ഇത് ആരാന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലൊരു കുട്ടിയാണ്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, മിസ് ഹൂ ഈസ് ദാറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മൈ ഹസ്ബൻഡ്. അപ്പോൾ അവൻ പറഞ്ഞു, മിസ് ഷീ ഇസ് യങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഷീ അല്ല ഹി. ആൻഡ് അഗെയിൻ ഹി സെഡ് ദാറ്റ് മിസ് യു ആർ ഓൾഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു. എനിവേ അതവിടെ വിട്ടു. പിന്നെ ഞാൻ ക്ലാസ്സിൽ ബുക്കൊന്നും കൊണ്ടുപോയില്ല. കുറച്ച് കാര്യങ്ങൾ, ഒരു ബുക്കിൽ നിന്നുള്ളതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, കുറേ കാര്യങ്ങൾ അവൻ അറിയാനുണ്ട്. അന്നത്തെ പത്രത്തിലുണ്ടായിരുന്നതാണ്, നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചതിന് നവവധു ജീവനൊടുക്കിയെന്ന്, അല്ലേ? അപ്പോൾ ഈ ബോഡി ഷെയ്മിങ് എന്നുള്ളത്, നമ്മുടെ അൺഫെയർ ആയിട്ടുള്ള ഫിസിക്കൽ കമ്പാരിസൺ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലെ ഒരു തിന്മയാണ്. ശരിക്കും ഗാന്ധിജി പറഞ്ഞ പോലെ കാസ്റ്റ് സിസ്റ്റം മാത്രമല്ല, നമ്മുടെ ഈ നാക്കെന്ന് പറയുന്ന അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തന്നെ വലിയൊരു പോയിസണാണ്. അപ്പോൾ ആ കുട്ടി അങ്ങനെ പറയാനുള്ളൊരു ചോദനയെപ്പറ്റി ഞാൻ ആലോചിച്ചു. ഈവൻ എൽഡേഴ്സ് ആർ നോട്ട് ബോതേഡ് അബൌട്ട് ദാറ്റ്, അല്ലേ? പ്രത്യേകിച്ചും നമ്മുടെ മലയാളികൾ ടു മച്ച് കൺസേൺഡ് അബൌട്ട് ഫിസിക് എന്നുള്ള രീതിയാണ്, അതിൻ്റെ വർണ്ണനകളും. അപ്പം അതിനെ പറ്റിയിട്ടുള്ള പല വിവാദ വിഷയങ്ങളൊക്കെ നടക്കുന്നു. അതവിടെ നിൽക്കട്ടെ. എനിവേ കുട്ടികളുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ പോയിട്ട് ഈ സംഭവം വിവരിച്ചു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാരാണെന്നൊക്കെയുള്ള ലെവലിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ശരിക്കും ചോദിച്ചു, നിൻ്റെ അല്ല നിങ്ങൾ നിങ്ങളുടെ അമ്മയും അച്ഛനെയും തമ്മിൽ കമ്പയർ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വാട്ട് റിയലി മാറ്റേഴ്സ് ഇസ് വാട്ട് ഈസ് ഇൻസൈഡ് ദ ബ്രെയിൻ എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗോഡ്, അല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നാണ്. അതിൽ നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ അഭിമാനിച്ചിട്ടും കാര്യമില്ല. ഐ ആം സോ ക്യൂട്ട്, അല്ലെങ്കിൽ ഐ ആം അമേസിങ് എന്നുള്ളത് അത് നമുക്ക് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗോഡ്. അത് നമുക്ക് ഒരു പങ്കുമില്ല. അപ്പോൾ അതിൽ നമ്മൾ യങ്ങെന്നോ ഓൾഡെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് ഈഗോ അടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ എം നോട്ട് ബോതേഡ് അബൌട്ട് ദാറ്റ്. ആൻഡ് ഈ പറഞ്ഞ അറിവുകളൊക്കെ കൊണ്ട് തന്നെ അതിനെയൊക്കെ പക്വമായിട്ട് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പാരിസൺ എന്ന് പറയുന്ന കുട്ടികളുടെ ആ മനസ്സിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുന്നതും ഈ മുതിർന്നവർ തന്നെയാണ്. വീട്ടിലെ കമ്പാരിസൺ, ചുറ്റുമുള്ളവരുമായിട്ട് കമ്പാരിസൺ. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സ് എത്രത്തോളം ആ കമ്പാരിസൺ എന്ന് പറയുന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വേണ്ടതായ രീതിയിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, നെവർ എവർ കമ്പയർ എനിവൺ, അല്ലേ? അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും കമ്പയർ ചെയ്യാതിരിക്കുക. കമ്പയർ ചെയ്തത് കേട്ടാലും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നൊക്കെയുള്ള മോറൽ വാല്യൂസ് കുട്ടികളിൽ ഇൻസ്റ്റിൽ ചെയ്യേണ്ടത് പേരൻസാണ്. ഈ പേരൻസിൻ്റെ കാര്യം ഞാനിപ്പോൾ ഇത്രയും നാൾ ആ ഫീൽഡിൽ തന്നെ കുട്ടികളുടെ ഇടയിൽ തന്നെ ആയതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ പേരൻസ് ആർ നോട്ട് അവെയർ ഓഫ് ദിസ്. അവർക്കും അറിയില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കാനും അറിയില്ല. അപ്പം എസ്പെഷ്യലി അമ്മമാർ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ഒരു പോയം എഴുതിയിട്ടുണ്ട്. എവറി ചൈൽഡ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മദേഴ്സ് ടങ്. ഒരമ്മയുടെ സ്മാർട്ട്നെസ്സാണ്, ഒരമ്മയുടെ നാവാണ് കുട്ടി എന്ന് പറയുന്നത്. അതൊരു സംശയവും. ബാക്കിയെല്ലാം പിന്നീട് വരുന്നതാണ്. അതൊന്നും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ നിരന്തരം നിങ്ങളുടെ കുട്ടികളോട് വേണ്ടത് പറഞ്ഞു നോക്കൂ. അവിടെ ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്, നിന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നല്ല, നീ ഇങ്ങനെയാണ്, നിന്നെക്കൊണ്ട് ഇത് പറ്റും എന്ന് പറഞ്ഞു നോക്കൂ. അത് ഗുളിക കഴിക്കുന്നത് പോലെ എന്നും പറഞ്ഞു കൊടുക്കുക. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അവരുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കണ്ടെത്തിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. കുറച്ച് സമയം, എല്ലാത്തിനും സമയമുണ്ട്. അമ്മമാർക്ക് അടുക്കളയിൽ സമയമുണ്ട്, സീരിയൽ കാണാൻ സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. കുട്ടികളുടെ കൂടെ ഇരിക്കാനും കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ അവരെ നേരായ വഴിക്ക് നയിക്കാനുള്ള മാർഗം.
അവരുടെ കൂടെ ഒരു അരമണിക്കൂർ ഇരിക്കുക, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, എന്താണ് ഇങ്ങനെ അവരുടെ മെല്ലെ മെല്ലെ അവരുടെ ഉള്ളിലിരിപ്പുകളൊക്കെ ഓരോ കാര്യങ്ങളിലായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അത് കണ്ടറിഞ്ഞിട്ട് ചെറിയ കഥകൾ ഒക്കെ പറഞ്ഞു കൊടുക്കുക, അല്ലെ? കഥകളാണ് അവർ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോൾ ആ കുട്ടി തന്നെ ചോദിച്ചത് അവൻ്റെ മനസ്സിലെ അല്ല, അവനായി രൂപപ്പെട്ട് എടുത്ത ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അവനെക്കൊണ്ട് ചോദിപ്പിച്ചത്. അപ്പോൾ അത് മാറ്റാൻ ആർക്ക് കഴിയും? വീട്ടിൽ പേരൻസിന് കഴിയും. ഇപ്പോൾ ഉള്ള പേരൻസൊക്കെ ഇങ്ങനെ ബിസിയായി നടക്കുന്നതാണ്. ഇന്ന് ഞാനിപ്പോൾ വഴി കൂടെ നടന്നു വരുമ്പോഴത്തേക്ക് 2 കുട്ടികൾ സംസാരിക്കുകയാണ്. ഒരാൾ ചോദിച്ചപ്പോൾ പറയണം, അമ്മ 7 മണിയാകും എത്തുമ്പോൾ, അച്ഛൻ 12 മണി 11:30 വയനാട്ടിൽ നിന്ന് എന്തോ വരണം. അപ്പോൾ ഹൂ ഈസ് ഗോയിങ് ടു മെൻഡ് ദാറ്റ് ചൈൽഡ്? പിന്നെ അവരുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് TV അല്ലെ മൊബൈൽ ഫോൺ. ഇതിൽ നിന്നൊന്നും കാണുന്നത് അല്ല നല്ല കാര്യങ്ങൾ, അല്ലേ? നല്ല കാര്യങ്ങൾ ദേ വോണ്ട് ഗോ വൈറൽ. എന്താണോ ഈവിളായിട്ട് നടക്കുന്നത് അത് വൈറലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. അതാണ് കലിയുഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കണ്ടെത്തി കുട്ടികളെ ഇങ്ങനത്തെ കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അമ്മമാർക്ക് കഴിയണം. എ മദർ ക്യാൻ ഡു വണ്ടേഴ്സ്. ഒരു കുട്ടി ആരാവണം എന്ന് തീരുമാനിക്കാൻ ഒരു അമ്മയ്ക്ക് കഴിയും. അപ്പോൾ സല്യൂട്ട് ടു എവറി മദർ ആൻഡ് യു ക്യാൻ ഡു വണ്ടേഴ്സ്. മേക്ക് യുവർ ചൈൽഡ് മോർ ആൻഡ് മോർ വൈസ്. വിവേകശാലിയായി വളർത്താൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.